everyone. So, നമ്മൾ SAT previous year question series ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോമോമോർഫിസം, ഗ്രൂപ്പ് ഹോമോമോർഫിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്താണ് ഒരു ഹോമോമോർഫിസം എന്ന് ആദ്യം നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാം അല്ലെ. ഒരു ഹോമോമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ജിയിൽ നിന്നും ജി ഡാഷിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഗ്രൂപ്പ് അതൊരു ഹോമോമോർഫിസം, ഈ എഫ് എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ വൈ. ഏതാണോ ഈ എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത്, സ്റ്റാർ എന്ന് പറയുന്നത് ജിയിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എക്സ് സ്റ്റാർ ഡാഷ് എഫ് ഓഫ് വൈ അല്ലെ, വേറെ സ്റ്റാർ ഡാഷ് എന്ന് പറയുന്നത് ജി ഡാഷിലുള്ള ഓപ്പറേഷൻ ആയിരിക്കും. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ജി ആയിരിക്കും അല്ലെ. ഇതിനെയാണ് നമ്മളൊരു ഹോമോമോർഫിസം എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. ദി നമ്പർ ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം പൈ ഫ്രം സെഡ് ടു സെഡ്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പൈ എന്ന് പറയുന്നത് ഹോമോമോർഫിസംസ് ആണ്. ജി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താണ്, സെഡ് ആണ് അല്ലെ. സെഡിൽ നിന്നും സെഡിലേക്കുള്ള നമ്പർ ഓഫ് ഹോമോമോർഫിസം, എത്ര ഹോമോമോർഫിസംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ദി സെറ്റ് ഓഫ് ഓൾ ഹോമോമോർഫിസംസ് നമ്മൾക്ക് എങ്ങനെ, സെഡിൽ നിന്നും സെഡിലേക്കുള്ള ഹോമോമോർഫിസംസ് നമ്മൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് എ ഓഫ് എക്സ് ഇസ് ഈക്വലന്റ് ടു എ എക്സ് എന്ന് എനിക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് എന്ന് പറയുന്നതെല്ലാം നമ്മൾക്ക് എന്ത് ഫോം ചെയ്യും, സെഡിൽ നിന്നും സെഡിലേക്കുള്ള ഒരു ഹോമോമോർഫിസംസ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിന് ഈ എ മാറുന്നതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് മാറിക്കൊണ്ടിരിക്കും, ഈ എഫ് ഓഫ് എക്സ് മാറിക്കൊണ്ടിരിക്കും. സോ ഞാൻ എഫ് വൺ ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇസ് എക്സ് എന്നാണ്. ആൻഡ് അത് നമുക്കൊരു ഹോമോമോർഫിസം ഫോം ചെയ്യും. എഫ് ടു ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ് ഇസ് എ ഈക്വൽ ടു 2 ആണ് കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസം ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് എത്ര എണ്ണം ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ. സോ നമ്മൾക്ക് സെഡിൽ നിന്നും സെഡിലേക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഹോമോമോർഫിസം ഉണ്ടെന്ന് പറയാം. ഇനി ഈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ഫോം ചെയ്യുന്നുണ്ടാവുമോ? യെസ്, ഓഫ് കോഴ്സ് അതൊരു ഹോമോമോർഫിസം ഫോം ചെയ്യുന്നുണ്ട്. എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ, ഇവിടെ ഓപ്പറേഷൻ രണ്ടിലും അഡീഷൻ ആണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിരിക്കും. ദാറ്റ് മീൻസ് അതിനെ നമ്മൾക്ക് എ എക്സ് പ്ലസ് എ വൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഫ് എ ഓഫ് എക്സ് ആണ്. ആൻഡ് എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എ ഓഫ് വൈ ആണ് അല്ലെ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ എന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് ഇതെന്താണ്, ഒരു ഹോമോമോർഫിസം ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. സോ ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് എ ഡിഫറെന്റ് ഹോമോമോർഫിസംസ് ഫോം ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് എന്ന് പറയുന്നത് വിൽ ബി ഇൻഫൈനൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആണ്. ആൻഡ് ഓർഡർ ഓഫ് ജി ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 400 ചെറുതാണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ജി ഹാസ് സബ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 45 ആൻഡ് 75. ഈ രണ്ട് ഓർഡറിലുള്ള സബ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഓർഡർ ഓഫ് ജി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഇതറിയാം, ഇതിന്റെ വാല്യൂ അറിയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്ത് മതി, ഒറ്റൊരു റിസൾട്ട് മതി. ഓർഡർ ഓഫ് ആൻ എലമെന്റ് അല്ലെ, അല്ലെങ്കിൽ ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഇ എന്ന് പറയുന്നത് വിൽ ഡിവൈഡ് എന്തായിരിക്കും, ഓർഡർ ഓഫ് ദി ഗ്രൂപ്പിനെ ഡിവൈഡ് ചെയ്യും. ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ജിനെ ഡിവൈഡ് ചെയ്യും. ഓൾസോ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് അല്ലെ, ജി എന്ന് എച്ച് എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണ് എങ്കിൽ ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ് ഓൾവേസ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ആയിരിക്കും. ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യും. അതായത് നമുക്ക് സപ്പോസ് എച്ച് എന്ന് പറയുന്നത് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് എങ്കിൽ ഓൾവേസ് എന്ത് ചെയ്യും, ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് ജി ആയിരിക്കും. സോ ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് അപ്പൊ 45 എന്ന് പറയുന്ന എലമെന്റും നമ്പറും അതുപോലെ തന്നെ 75 എന്ന് പറയുന്ന നമ്പറും എന്തിന് ഡിവൈഡ് ചെയ്യണം, ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യണം അല്ലെ. സോ ദാറ്റ് ഈസ് 45 ഷുഡ് ഡിവൈഡ് ഓർഡർ ഓഫ് ജി ആൻഡ് 75 ഓൾസോ ഷുഡ് ഡിവൈഡ് ഓർഡർ ഓഫ് ജി ആയിരിക്കണം. സോ ഈ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, നമ്മൾക്ക് എടുക്കേണ്ടത് ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു നമുക്ക് LCM ഓഫ് ദിസ് 45 ആൻഡ് 75 ആയിരിക്കും നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് കിട്ടുന്നത് അല്ലെ. സോ LCM ഓഫ് 45 ആൻഡ് 75 എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി ഈക്വലന്റ് ടു 225 അല്ലെ. സോ 225 മിനിമം നമുക്ക് ഉണ്ട് അല്ലെ, അതിനേക്കാൾ വലുതാവാം. പക്ഷെ ബാക്കിയുള്ള ഈ ഓപ്ഷനിലേക്ക് വരുന്ന കേസിൽ നമ്മൾക്ക് 135 വരില്ല, 150 വരില്ല, 300 വരില്ല. സോ ഓൺലി ഓപ്ഷൻ ഇസ് 225 ആയിരിക്കും. So the next question, let the matrix 1 0 0 0 minus 1 0 0 0
I000 minus I00 forms a group with respect to matrix multiplication. Then which of the statement about the group is true? അപ്പോ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അല്ലെ. ഞാൻ ആ ഗ്രൂപ്പിനെ G എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ Gക്ക് അകത്തുള്ള എലമെന്റ്സുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ ഒന്നാമത്തെ മെട്രിക്സ് അല്ലെ, എല്ലാ മെട്രിക്സും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമുക്ക് ഏത് എലമെന്റുകളെ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നോൺ സീറോ ഉള്ളൂ. A11 പൊസിഷൻ മാത്രമാണ് നോൺ സീറോ ആയിട്ടുള്ളത് അല്ലെ. ബാക്കി എല്ലാം നമുക്ക് എന്താണ്, ബാക്കി എല്ലാ AIJകളും നമുക്ക് എന്താണ്, അത് ഈക്വൽ ടു സീറോ ആണ് അല്ലെ. അതായത് ഫസ്റ്റ് എലമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ഞാൻ ഒന്ന് എടുത്തു, 1 -1 I ആൻഡ് -I അല്ലെ. ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആണ്. That operation എന്ന് പറയുന്നത് is multiplication. So ഈ ഗ്രൂപ്പും നമുക്ക് തന്നിട്ടുള്ള മെട്രിസസിന്റെ ഗ്രൂപ്പും ഈ G എന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഗ്രൂപ്പും സിമിലർ ആണ് അല്ലെ. ഏകദേശം ഒരേപോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഈ 1000 എന്ന് പറയുന്നതായിരിക്കണം ഇവിടെയുള്ള ഐഡന്റിറ്റി. കാരണം എന്താ, അതിനെ ബാക്കി എല്ലാത്തിനെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഐഡന്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, A star E should give എന്തായിരിക്കണം, എനെ തന്നെ തരണം അല്ലെ. അതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി, ഈ ഇനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ഇത് ഈ 1000 എന്ന് പറയുന്നതായിരിക്കും അവിടെയുള്ള കറസ്പോണ്ടിങ് ഐഡന്റിറ്റി. സോ ഈ എൻറ്റയർ 2x2 മെട്രിസസ് കൺസിഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് കൺസിഡർ ചെയ്താൽ മതി, ഈ ഗ്രൂപ്പ് G ഈക്വൽ ടു 1 -1 I -I കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ഓൾസോ ഈ 1 -1 I -I എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്, ഈ എലമെന്റ്സുകൾ എന്താണ്, ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ആണ് അല്ലെ. ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റിയുടെ വാല്യൂസ് ആണ് എന്ത്, 1 -1 I -I എന്ന് പറയുന്നത്. സോ ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അപ്പൊ ഈ ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ഓപ്ഷൻ എയിലേക്ക് വരികയാണ്, ദ ഗ്രൂപ്പ് ഹാസ് നോ എലമെന്റ് ഓഫ് ഓർഡർ 4 എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് നോ എലമെന്റ് ഓഫ് ഓർഡർ 4 എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഓഫ് ഓർഡർ 4 ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പറയാം അല്ലെ. അതായത് ഇവിടെ നമ്മുടെ ഗ്രൂപ്പ് ഓർഡർ ഓഫ് G എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ ഈ സപ്പോസ് ഒരു എലമെന്റ് എക്ക് നമുക്ക് എന്തുണ്ട്, ഓർഡർ 4 ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഗ്രൂപ്പ് G എന്ന് പറയുന്നത് സൈക്ലിക് എന്ന് പറയാം അല്ലെ. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പൊ ഞാനൊരു എലമെന്റ് എടുത്തു, I എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. ഈ ഐയുടെ എലമെന്റ് എന്ന് പറയുമ്പോൾ I എന്ന് പറയുന്നത് ഒരു അവിടെയുള്ള ജനറേറ്റർ. അപ്പൊ എന്താണ് ജനറേറ്റർ, ആ എൻറ്റയർ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ I എടുത്തു, I⁻1 എന്ന് പറയുന്നത് നമുക്ക് I തന്നെ വരും അല്ലെ. ഇനി നെക്സ്റ്റ് ഞാൻ എടുത്തു I² എടുത്തു. I² എന്ന് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, I² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് അല്ലെ. I³ എടുത്തു, I³ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, -I വരും. ഇനി I⁴ എടുത്തു, I⁴ -I ഇൻറ്റു I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, -1 ദാറ്റ് ഇസ് 1 അല്ലെ. സോ ഐയുടെ ഓർഡർ ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഓർഡർ ഓഫ് I is equal to 4 അല്ലെ. ദ സ്മോളസ്റ്റ് പവർ ഓഫ് ദി എലമെന്റ് വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, അവിടെയുള്ള ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ള ഐഡന്റിറ്റി എലമെന്റ് എന്താ, 1 കിട്ടണം അല്ലെ. സോ ഓർഡർ ഓഫ് I നമുക്ക് 4 ആണെന്ന് പറയാം. സോ ഗ്രൂപ്പിനകത്ത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി, G ഹാസ് നോ എലമെന്റ് ഓഫ് ഓർഡർ 4 എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് കിട്ടി. കാരണം നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾക്ക് I കിട്ടിയിട്ടുണ്ട് അല്ലെ. നെക്സ്റ്റ് ദ ഗ്രൂപ്പ് ഹാസ് എൻ എലമെന്റ് ഓഫ് ഓർഡർ 3 എന്നാ പറയുന്നത്. ഇത് ഓഫ് കോഴ്സ് പോസിബിൾ അല്ല. വൈ, നമ്മൾക്ക് ഓൾവേസ് ഗ്രൂപ്പിന്റെ തൊട്ട് മുൻപത്തുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു, ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാ എലമെന്റ്സിന്റെയും ഓർഡർ വിൽ ഡിവൈഡ് ദി ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ് അല്ലെ. അപ്പൊ 3 എന്ത് ചെയ്യുന്നില്ല, 3 ഒരിക്കലും 4നെ ഡിവൈഡ് ചെയ്യുന്നില്ല. സോ ആ ഓപ്ഷൻ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒഴിവാക്കാം. നെക്സ്റ്റ് ദ ഗ്രൂപ്പ് ഈസ് നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്നാ പറയുന്നത്. യെസ്, ദിസ് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതൊരു എലമെന്റ് A എടുത്തു കഴിഞ്ഞാലും A*B ഷുഡ് ബി ഈക്വലന്റ് ടു എന്തായിരിക്കണം, B*A ആയിരിക്കണം. അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 1 × -1 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക, -1 ആണ്. അതുപോലെ -1 × 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്, -1 ആണ് കിട്ടുന്നത്. ഇനി I എടുത്തു നോക്കാം, I × -I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരുന്നുണ്ടാവുക, I² -1 അഗെയിൻ നമുക്ക് അത് എന്ത് വരും, 1 എന്ന് വരും. ആൻഡ് -I × I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ് വരുന്നുണ്ടാവുക, 1 തന്നെയാണ് വരുന്നുണ്ടാവുക അല്ലെ. സോ ബേസിക്കലി ഈ ഗ്രൂപ്പ് ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അതൊരു എന്തുവാണ്,
അബീലിയൻ ഗ്രൂപ്പ് ആണ് അല്ലെ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഗ്രൂപ്പ് ഇസ് നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആയി. ഇനി ഓഫ് കോഴ്സ് നമ്മൾ ജി സൈക്ലിക് ആണ് എന്ന് കണ്ടുപിടിച്ചു. ജി സൈക്ലിക് ആണ് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്തും കൂടെ നമുക്ക് പറയാൻ പറ്റും, അത് അബീലിയൻ ആണെന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ, ബാക്കി എല്ലാ ഓപ്ഷനും നമുക്ക് ഫോൾസ് ആയി. സോ ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ ഡി ട്രൂ ആയി. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, there exists a non identity element which is its own inverse എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് നമുക്ക് കിട്ടണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു I എന്ന് പറയുന്നത് ഓഫ് ഓർഡർ 4 ആണ്. അപ്പൊ ഓർഡർ 4 ആയതുകൊണ്ട് തന്നെ അത് അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കില്ല അല്ലെ. അപ്പൊ ഒരു 2 ഓർഡർ എലമെന്റ് ആണ് ഇറ്റ്സ് ഓൺ ഇൻവേഴ്സ് ആവുന്നുണ്ടാവുക. സോ ഞാൻ അതിന് എലമെന്റ് എടുത്തു, എന്തെടുത്തു, -1 എടുത്തു. സോ -1 into -1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 കിട്ടുന്നത് അല്ലെ. സോ -1നെ -1 കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നത്. അതായത് -1ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെയാണ്, -1 തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഇൻവേഴ്സ് എലമെന്റ് ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മൾക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.